എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഇതൊക്കെ അറിയുന്നില്ലേ, കാണുന്നില്ലേ? എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഉപ്പാന്റെ കയ്യും പിടിച്ച് ഞങ്ങൾ കൂഫയിലേക്ക് പുറപ്പെട്ടത്. ഒരു കൂട്ടം ആളുകൾ എന്റെ ഒരു പ്രിയപ്പെട്ട ഉപ്പാനെ നൂറുകണക്കിന് കത്തുകൾ എഴുതിയിട്ട് ക്ഷണിച്ച് ഞങ്ങളെയും കൂട്ടി വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ഉപ്പ അങ്ങോട്ട് പുറപ്പെട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഉപ്പ എല്ലാം തകർന്ന് തരിപ്പണമായ രംഗങ്ങളല്ലേ. പിന്നീട് പലതും നടന്നു. ഒരൊറ്റ കുട്ടി പോലും ഞങ്ങളെ സ്വീകരിക്കാനുണ്ടായില്ല. ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞു കൊടുത്തു. അവിടെ വെച്ച് എന്റെ അനുജനെ കൊന്ന് എന്റെ ജ്യേഷ്ഠന്റെയും ഉപ്പാന്റെയും തല മുറിച്ച്. ഇതൊക്കെ പ്രിയപ്പെട്ട എന്റെ ഉപ്പാപ്പ അറിയുന്നില്ലേ? ഇതൊക്കെ ഞങ്ങൾക്ക് വിധിച്ചതായിരുന്നോ ഉപ്പാപ്പ എന്ന് പറഞ്ഞ് സൈനുൽ ആബിദ് പൊട്ടി മുസ്തഫ തങ്ങളെ വിളിച്ചുകൊണ്ട് കരഞ്ഞു പറയുമ്പോ നൂറുകണക്കിന് കൂഫ നിവാസികളതാ വിതുമ്പുകളോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ സൈനുൽ ആബിദിന് സമാശ്വാസ വാക്കുകൾ നൽകി അവരതാ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആളുകൾ മുഴുവനും മദീന മുഴുവനും കണ്ണുനീരിൽ കുതിർന്നിരിക്കുകയാണ്. ഈ സമയത്താണ് മദീന നിവാസികൾ ഒരു സ്ഥലത്ത് പ്രധാനികളൊക്കെ കൂടി ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരവിടെ വെച്ച് ചർച്ച ചെയ്യുന്നത് എന്താ? നമുക്ക് ഈ ഒരു സംഭവം സഹിക്കവയ്യാത്ത രംഗങ്ങൾ, ഇതിന് പ്രതികാരം ചോദിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതികാരം ചെയ്തു എന്ന് നമുക്ക് കേൾക്കണം. ഏതായാലും ഇനി നമുക്ക് ഒതുങ്ങി നിൽക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ഇനി നമുക്ക് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള കരുക്കൾ നീക്കണം. ആ കരുക്കൾ നീക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു നേതൃത്വം ആവശ്യമാണ്. നല്ലൊരു നേതൃത്വം. ആ നേതൃത്വത്തിന്റെ പിന്നിൽ അണിചേർന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങണം. ഇൻഷാ അല്ലാഹ് ചിലതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു തീരുമാനത്തിൽ മദീന നിവാസികൾ ഒരുമിച്ച് കൂടിയിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ ഒരു തീരുമാനത്തിൽ പിന്നീട് അവരെന്ത് ചെയ്തു? നമുക്കൊരു നേതൃത്വം ആദ്യം തന്നെ ഉറപ്പിക്കണം. ആരാ നമുക്ക് നേതൃത്വം തരുന്നത്? അപ്പോഴാണ് അവർക്ക് ചർച്ചയുണ്ടായത്. മക്ക ഭരിക്കുന്നത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളാ, അല്ലേ? അതെ. ഇവിടെയോ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ ക്ഷണിച്ചു. കൂഫക്കാരെല്ലാം കൂടി തകർത്ത് എല്ലാം നമ്മൾ കണ്ടു. നമുക്ക് സഹിക്കവയ്യാത്ത രൂപത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് നമുക്ക് മക്ക സന്ദർശിച്ച് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളോട് ചെന്നിട്ട് അപേക്ഷിക്കാം, മക്ക ഭരിക്കുന്നത് പോലെ ഈ മദീനയും കൂടി ഏറ്റെടുത്ത് അവരുടെ ഈ പറയപ്പെടുന്ന ഭരണത്തിൽ കൊണ്ടുവരാൻ. അപ്പോ നമുക്കൊരു നേതൃത്വമായി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. എന്നിട്ട് നമുക്ക് പിന്നിൽ നിന്ന് കരുക്കൾ നീക്കാം. ഏകകണ്ഠേന കാര്യം തീരുമാനിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? നേരെ പരിശുദ്ധ മദീനയിലേക്ക് ഒരു കൂട്ടാളുകൾ ഈ മദീനക്കാരും മക്കയിലേക്ക് പുറപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളാണല്ലോ മക്ക ഭരിക്കുന്നത്, നമ്മൾ ഇന്നലെ പറഞ്ഞു. അവിടെ ചെന്നിട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എല്ലാം സംഭവിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം തടസ്സപ്പെടുത്തിയതാ, നിങ്ങൾ പോകരുത് പോകരുത്. അപ്പോഴും അവരുടെ കത്തുകളും അള്ളാഹുവിന്റെ പേര് വെച്ച് എഴുതിയ എഴുത്തുകളും. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പോകല്ല. പക്ഷേ പോകാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ? അങ്ങനെയാണ് ഇമാം നിർബന്ധിതനായി പുറപ്പെട്ടത് എന്നും പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങളും കരയാ. എന്നാൽ മഹാനെ, ഞങ്ങൾ വന്നത് എന്താണെന്നറിയോ? കൂടുതലൊക്കെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവര് മുമ്പിൽ അവിടെ നിർത്തിയിട്ട് ഇവര് പറഞ്ഞു, ഞങ്ങളുടെ മക്കക്കാരാണ് ഞങ്ങൾ, മദീനയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, ഞങ്ങൾക്കൊരു നേതൃത്വം തരണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം. മദീനയും കൂടി ഈ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണം. അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ എന്താ പറഞ്ഞത്? ശരിക്കും ഓർത്ത് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ പറഞ്ഞത്? ഈ മക്കയുടെ ഭരണം തന്നെ ഏറ്റെടുത്തപ്പോ യസീദിന്റെ പട്ടാളക്കാർ ഇവിടെ വന്ന്, എന്നിട്ട് എത്ര ആളുകൾ തെരുവോരങ്ങളിൽ മരിച്ചു വീണ്, എന്നിട്ടും മരിക്കാൻ തയ്യാറായി പൊരുതി മക്കക്കാർ. അതുകൊണ്ട് ജയിച്ചു. ഞാൻ അതിന്റെ ഒരു നേതൃത്വത്തിലേക്ക് വന്നു. ഇതാണ് വാസ്തവം. മദീനയും കൂടി ഞാൻ ഏറ്റെടുത്ത് എന്ന് യസീദ് അറിഞ്ഞാൽ എന്താ കഥ? എത്ര പാവങ്ങൾ അവിടെ മരിച്ചു വീഴും. പ്രിയപ്പെട്ട മഹാനെ, മരിച്ചു വീഴല്ലുള്ളൂ, മക്കക്കാര് പൊരുതിയല്ലോ മരിക്കാൻ വേണ്ടി റെഡിയായിട്ട്. അതിന്റെ 100 ഇരട്ടി ആവേശത്തില് മദീനക്കാര് വേണ്ടി വന്നാൽ യസീദിനോട് പൊരുതാൻ നിങ്ങളെ ബേക്കിലുണ്ടാകും. നിങ്ങൾ നേതൃത്വം നൽകിയാൽ മതി. അപ്പൊ 100 ഇരട്ടിയായത്. അപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ തങ്ങള് പിന്നെ നോക്കാം,
എന്നുള്ള അർത്ഥത്തിൽ ഏറ്റെടുത്ത് പിന്നീട് മഹാനും പുറപ്പെട്ട് മദീനയിലേക്ക് പുറപ്പെട്ട് അങ്ങനെ മദീനയിലേക്ക് അങ്ങോട്ട് ചെന്ന് പടച്ച തമ്പുരാനെ വാർത്ത അതാ നാനാ ഭാഗത്തും കാട്ടുതീ പോലെ പരന്നു. ഖലീഫ യസീദിന്റെ കൊട്ടാരത്തിലേക്ക് ആരോ ഓടിയെത്തി. പ്രിയപ്പെട്ട ഖലീഫ, മക്ക നഷ്ടപ്പെട്ട് അല്ലേ, പിന്നെ കൂഫ, അത് നമ്മൾ ഏതാണ്ട് ഒരു വിധം ഒതുക്കി. എന്നാൽ ഇതാ മദീന ഇപ്പം ചെറിയൊരു പ്രശ്നത്തിലാണുള്ളത്. മക്ക ഭരിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ മദീനക്കാരുടെ സഹായത്തോടു കൂടി മദീനയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം അവിടെയും അട്ടിമറി നടക്കാം. ഉടനെ ഖലീഫ യസീദ് എന്ത് ചെയ്തു? ആയിരങ്ങൾ അങ്ങോട്ട് പിടിച്ച്. അതില് പണ്ടത്തെ പോലൊന്നുമല്ല, മക്കയിലേക്ക് അയച്ചതുപോലൊന്നുമല്ല. ഇവരെ കണ്ടാൽ തന്നെ മദീനക്കാരും മുഴുവനും നടുങ്ങി ഞെട്ടിത്തരിച്ച് പരാജയപ്പെടണം എന്നുള്ള നിയ്യത്തോടെ വലിയൊരു സേനയെ അങ്ങോട്ട് റെഡിയാക്കി വിട്ടോ ചെന്ന് മദീനയിലേക്ക്. അങ്ങനെ ആയിരക്കണക്കിന് പടയാളികൾ പുറപ്പെടുകയാണ് പ്രതികാരം ചോദിക്കാൻ വേണ്ടി, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ. എന്നാൽ ഈ പട്ടാളത്തിന്റെ തലവനാരാ? സാധാരണക്കാരനൊന്നുമല്ല. വന്നേ ഹസീനെന്ന ധീരൻ കേമത്തിൽ വാശി നിറഞ്ഞ സുബൈറും ഗോദയിൽ ഇല്ല വീടില്ല യസീദിൻ പഠനം എന്ന വാശിയാലെ മുന്നിൽ സുബൈറ വന്നു ഹസീനൻ ധീരൻ കേമത്തിൽ വാശി നിറഞ്ഞ സുബൈറും ഗോദയ ഇല്ല വീടില്ല യസീദിൻ പഠനം എന്ന